ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ രമേശ് ചെന്നിത്തല സാറിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. ചെന്നിത്തല സാറിന്റെ തലയ്ക്കകത്ത് എന്താ ഇങ്ങനെയുള്ള വിവരക്കേടുകളും വിവരദോഷങ്ങളും വിളിച്ചു പറയുന്നതിന് മുമ്പ് ദയവായിട്ടൊരു കാര്യം ഒന്ന് ആലോചിക്കണം. അതായത് തിരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. പ്രതിപക്ഷത്ത് കാര്യവിവരവും കാര്യബോധവും ഒക്കെയുള്ള ആരെങ്കിലും വേണ്ടേ ഏതെങ്കിലും രീതിയിലൊക്കെ നന്നായിട്ടൊന്ന് പ്രതികരിക്കാൻ? പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മള് രാഷ്ട്രീയപരമായി ആശയപരമായി ഒക്കെ നമുക്ക് വിയോജിപ്പുകളൊക്കെ ആകാം, അത് വേണം. അത് ഒരു സ്ട്രോങ് ഓപ്പോസിഷന്റെ എന്താ പറയുക ജോലി തന്നെയാണ് നമ്മൾ ഇവരെയൊക്കെ വിമർശിക്കുക എന്ന് പറയുന്നത്. അത് രാഷ്ട്രീയപരമായി വിമർശിക്കാം, അവർ ചെയ്യുന്ന രീതികളെ വിമർശിക്കാം, എല്ലാം നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളിലും എന്തെങ്കിലും കുറ്റം കണ്ടെത്തിയൊക്കെ നിങ്ങൾ വിമർശിച്ചോളൂ. അതിനകത്തും എനിക്ക് യാതൊരുവിധ തർക്കവുമില്ല. പക്ഷേ വസ്തുതകൾ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ വെറും വിഡ്ഢികളായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണോ, അതോ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിവില്ലാഞ്ഞിട്ടാണോ എന്നെനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെന്നിത്തല സാറ് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. അതിനുശേഷം ഞാൻ അതിനെ പറ്റി പറയാം. ഒരു മിനിറ്റ്, ഞാൻ ആ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അടുത്ത ക്ലാസ്സിലേക്ക് ജയിച്ചോ ഇല്ലയോ എന്നറിയാതെയാണ് പാഠപുസ്തകം കൊടുത്തോണ്ടിരിക്കുന്നത്. 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി 9ാം ക്ലാസ്സിലേക്ക് ജയിച്ചെന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ. അതെങ്ങനെ തീരുമാനിക്കുന്നത്? ശിവൻകുട്ടിയാണോ തീരുമാനിക്കുന്നത്? പരീക്ഷ പേപ്പർ നോക്കട്ടെ അവരെ. 10ലെ കുട്ടി ജയിച്ചില്ല 11 പോകാൻ പറ്റുമോ? അവർക്ക് 10ലെ പുസ്തകം കൊടുത്തിട്ട് കാര്യമുണ്ടോ? എന്തെല്ലാം തുഗ്ലക്ക് പരിഷ്കാരങ്ങൾ ഇനി മനസ്സിലാവുന്നില്ല. ആളുകളെ ബോധ്യപ്പെടുത്താണ് ഞങ്ങൾ പുസ്തകം നേരത്തെ അടിച്ചെന്ന്. പുസ്തകം ടെക്സ്റ്റ് ബുക്ക് പ്രിന്റ് നമ്മുടെ തൃക്കാക്കര ഒരു പ്രശ്നമുണ്ട്, അവിടെ അടിക്കുന്നതാണ്. അതെന്തോ വലിയ ഭരണ നേട്ടമാണോ? കേരളത്തിൽ നേരത്തെ പുസ്തകം കൊടുത്തിട്ടില്ലേ? ആദ്യമായിട്ടാണ് പുസ്തകം കൊടുക്കുക. പണ്ടൊക്കെ എഴുത്തോലയിലായിരുന്നു കുട്ടികൾ പഠിച്ചോണ്ടിരുന്നത്, ഒന്നും അല്ലല്ലോ. എഴുത്തോലയിലായിരുന്നു കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത്, ഒന്നും അല്ലല്ലോ ഒന്ന്. എഴുത്തോലയിൽ എഴുതി പഠിച്ചുകൊണ്ടിരുന്ന കാലവും ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തില് എത്ര ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്നത്? അതിനകത്ത് എത്ര സ്കൂളുകളിൽ എത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെന്ന് അങ്ങേക്കറിയാവല്ലോ. അതിനകത്ത് എത്ര കുട്ടികൾ തോക്കുമായിരിക്കും? പരീക്ഷയ്ക്ക് പേപ്പർ നോക്കുമ്പോൾ എത്ര കുട്ടികൾ തോക്കുമായിരിക്കും? അതുപോലെ തന്നെ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഇപ്പം പണ്ടത്തെ പോലെ കുട്ടികൾ തോൽക്കുന്ന ഒരു പരിപാടിയും ഇല്ല. കാരണം എഴുത്തും വായനയും അറിയാവുന്ന എല്ലാ കുട്ടികളും ജയിച്ച് തന്നെയാണ് അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നത്. പിന്നെ പുസ്തകം നേരത്തെ കൊടുക്കുന്നത് ഒരു തുഗ്ലക്ക് പരിഷ്കാരം എന്നൊക്കെയുള്ള രീതിയിലാണ് സാർ അതിനെ ആക്ഷേപിക്കുന്നത്. പുസ്തകം നേരത്തെ അച്ചടിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ താമസിച്ച് പുസ്തകങ്ങൾ കിട്ടിയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഓണപ്പരീക്ഷ വരെ പുസ്തകം കിട്ടാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. ഓണപ്പരീക്ഷ അടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈമിൽ ടെക്സ്റ്റ് കിട്ടുകയും 2ാമത്തെ ടൈമിലെ ടെക്സ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒക്കെ സമയങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ തന്നെ പുസ്തകം അച്ചടിച്ച് വിതരണം ചെയ്യുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. അതിന് യാതൊരുവിധ തർക്കവുമില്ല. അതിനകത്ത് പൊളിറ്റിക്കലി നിങ്ങൾക്ക് വിയോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ദയവായിട്ട് വിയോജിക്കണം. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ വിവരക്കേടുകൾ വിളിച്ച് പറയരുത് ദയവായി ശ്രീ ചെന്നിത്തല സാർ. ഇത് തന്നെയാണ് നിങ്ങളുടെയൊക്കെ തകർച്ചയ്ക്ക് കാരണവും. അതായത് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തിരിക്കുന്നവർ കുലുങ്ങണം, ഭരണപക്ഷത്തിരിക്കുന്നവർ ഒന്ന് അനങ്ങണം. ഇത് അങ്ങനെയല്ല. ഇത് പ്രതിപക്ഷത്തിരിക്കുന്നവർ ഓരോ വിവരക്കേടുകളും വിഡ്ഢിത്തരങ്ങളും ഇതുപോലെ വിളിച്ചു പറയും. അതും കൂടി ഭരണപക്ഷത്തിരിക്കുന്നവർക്ക് എന്തെങ്കിലും എന്താ പറയുന്നത് അഴിമതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഏളുതരമായിട്ടാണ് നിങ്ങളുടെയൊക്കെ ഓരോ എന്താ പറയുക പ്രതികരണങ്ങളും നമുക്ക് ഫീൽ ചെയ്യുന്നത്. സാധാരണ ഒരു പൊതുജനമായിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ആശയപരമായിട്ട് നമ്മൾ വിയോജിപ്പുകളും കാര്യങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുമ്പോഴും ഇങ്ങനെയുള്ള വിവരക്കേടുകൾ നമ്മൾ വിളിച്ച് പറയരുത്. ശ്രീ രമേശ് ചെന്നിത്തല സാറിനെ പോലുള്ളവരുടെ കയ്യിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. അതിന്റെ തലയ്ക്കകത്ത് ചെന്നിനായകമാണോ എന്നൊക്കെ നമുക്ക് ചോദിക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് തന്നെ ദയവായിട്ട് നമ്മൾ പറഞ്ഞല്ലോ, അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എതിർത്തോളൂ. പക്ഷെ അതൊരു പൊതുസമൂഹത്തിൽ വന്നു നിന്ന് പറയുമ്പോൾ ജനങ്ങൾ അതിനകത്ത് വന്ന കമന്റുകളൊക്കെ താങ്കൾ ശ്രദ്ധിച്ചോ? ആ കമന്റുകളൊക്കെ തന്നെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് വിവരക്കേടാണ് പറയുന്നത്, താങ്കൾ എന്താണ് ഈ പറയുന്നത്, കുട്ടികൾക്ക് പുസ്തകം പിന്നെ കൊടുക്കണ്ടേ, എല്ലാ കുട്ടികളും തോറ്റു പോകുമോ എന്നൊക്കെയുള്ള രീതിയിലുള്ള കമന്റുകൾ. അതാണ് കാരണം താങ്കൾ പരിഹാസ്യനാവുകയാണ് ചെയ്യുന്നത്. ഈ പരിഹാസ്യമൊന്നും കോൺഗ്രസിലെ ഏറ്റവും നല്ല അല്ലെങ്കിൽ ഒരു മുതിർന്ന നേതാവിനൊന്നും
ഒരിക്കലും ഒരു യോജിക്കുന്ന കാര്യമല്ല കേട്ടോ. ദയവായിട്ട് അത് താങ്കൾ മനസ്സിലാക്കൂ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സ്കൂളുകളെ പറ്റി, അതായത് ശിവൻകുട്ടി സാറിനോടോ സർക്കാരിനോടോ താങ്കൾക്ക് വിയോജിപ്പുണ്ടാകാം. പക്ഷേ താങ്കൾ ഒരു ജനപ്രതിനിധിയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഒരു എടുത്തു പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവും ഒക്കെയായ താങ്കൾ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെയും അതുപോലെ തന്നെ കേരളത്തിലെ കുട്ടികളെയും ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അല്ല, അവർക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ അത് ചൂണ്ടിക്കാണിച്ച് അത് സർക്കാരിനെ കൊണ്ട് നടപ്പിലാക്കിക്കാനുള്ള ആർജവം കൂടി കാണിക്കേണ്ട ആളാണ് താങ്കൾ. ആ താങ്കളാണ് കേരളത്തിലെ കുട്ടികൾക്ക് നല്ലൊരു കാര്യം ചെയ്തപ്പോൾ അല്ലെങ്കിൽ അവർക്ക് നേരത്തെ പുസ്തകങ്ങൾ കിട്ടിയപ്പോൾ അതിനെപ്പോലും നെഗറ്റീവായിട്ട് താങ്കൾ കണ്ടിട്ട് അവിടെ വന്നു നിന്ന് വെറും വിവരക്കേടാണ് കേട്ടോ. ഒരു എന്താ പറയുക, സാധാരണ ഇപ്പൊ 10-12 വയസ്സുള്ള 5-ലും 6-ലും 7-ലും പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നിരിക്കെ താങ്കൾ വന്നു എന്ന് പറയുന്നത് വെറും വിവരക്കേടാണ്. അത് ഓപ്പൺ ആയിട്ട് അങ്ങ് പറഞ്ഞേക്കാം. താങ്കളോടല്ല പറയുന്നത്, താങ്കളോട് യാതൊരുവിധ തികച്ചും ബഹുമാനത്തോടു കൂടി വളരെ സ്നേഹത്തോടു കൂടിയാണ് പറയുന്നത്. ഇതുപോലുള്ള വിവരക്കേടുകളല്ല നിങ്ങളെപ്പോലുള്ള മുതിർന്ന നേതാക്കന്മാരിൽ നിന്നും സാധാരണക്കാരായി ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് മാത്രം ദയവായിട്ട് പറയുന്നു സാർ. താങ്ക്